ആഘോഷമായി ഈശോയെ സ്വീകരിക്കുകയാണ്. ഇത് ആദ്യ കുർബാന സ്വീകരണമല്ല, ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതാണല്ലോ. മാമോദീസ വേളയിൽ 3 കൂദാശകൾ ഒരുമിച്ചാണ് പരികർമ്മം ചെയ്യുന്നത്. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. അന്ന് കൈക്കുഞ്ഞായിരുന്നപ്പോൾ തലതൊട്ടമ്മയുടെ കൈകളിൽ കിടന്ന് ഈശോയുടെ തിരുരക്തം ആദ്യമായി സ്വീകരിച്ചതാണ്. അങ്ങനെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതാണ്. ഇന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണമാണ് നടക്കുന്നത്. ഏറെ നാളുകൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറേയൊക്കെ പഠിച്ചു, കുമ്പസാരിച്ചു, കുറേയൊക്കെ തിരിച്ചറിവായി. അങ്ങനെ നല്ല അറിവോടും ബോധ്യത്തോടും കൂടി ഇന്ന് ഈ കുഞ്ഞ് ഈശോയെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നല്ല വിശുദ്ധിയോടുകൂടി, ഹൃദയ നൈർമല്യത്തോടുകൂടിയാണ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് ഈ കുഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ വിശുദ്ധിയും നൈർമല്യവും തീഷ്ണതയും താല്പര്യവുമെല്ലാം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്. ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ആനന്ദന ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂദാശയാണ്. 7 കൂദാശകളുണ്ട്. അതിൽ ചില കൂദാശകൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. മാമോദീസ, സ്ഥൈര്യലേപനം, പൗരോഹിത്യം, ഈ കൂദാശകളൊക്കെ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും അത് ആവർത്തിക്കുകയില്ല. മറ്റു ചില കൂദാശകൾ പല പ്രാവശ്യം സ്വീകരിക്കുന്നുണ്ട്. കുമ്പസാരം പോലുള്ള കൂദാശകൾ പല പ്രാവശ്യം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ആനന്ദന ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങി യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈ വിശുദ്ധ കുർബാന നമുക്ക് അനേകം കൃപകൾ നൽകുന്ന കൂദാശയാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ഓരോ ദിവസവും കുർബാനയ്ക്ക് അണയണം. എപ്പോഴൊക്കെ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം നമ്മൾ താല്പര്യത്തോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കടന്നു വരേണ്ടതുണ്ട്. ഇന്നത്തെ വചനഭാഗത്ത് വിശുദ്ധ കുർബാന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് നിത്യജീവനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഈശോ തരുന്ന ഉറപ്പാണത്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. പഴയ നിയമത്തിൽ നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിക്കപ്പെട്ടു. അത് കഴിച്ച പിതാക്കന്മാർക്ക് അപ്പോഴത്തെ വിശപ്പ് മാറി, എങ്കിലും അവരൊക്കെ പിന്നീട് മരിച്ചുപോയി. എന്നാൽ വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നവൻ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമ്പോൾ നിത്യജീവൻ ഉണ്ടാകുമെന്ന് ഈശോ ഉറപ്പിച്ച് പറയുകയാണ്. ഇതാണ് വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. നമ്മളൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് സ്വർഗമാണ്, നിത്യജീവിതമാണ്. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിച്ച് കുർബാന സ്വീകരിക്കുന്നവൻ ആ നിത്യജീവിതത്തിനുള്ള ഉറപ്പ് നേടുന്നു എന്ന് ഈശോ പറയുകയാണ്. മരിക്കുകയില്ല എന്ന് ഈശോ ഇവിടെ പറയുന്നത് ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല. ശാരീരികമായ മരണം എല്ലാവർക്കും ഉണ്ടാകും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനും സ്വീകരിക്കാത്തവനും എല്ലാം ശാരീരികമായിട്ട് മരിക്കും. ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ്റെ ആത്മാവ് നശിച്ചു പോവുകയില്ല, അവൻ സ്വർഗത്തിന് അർഹനായിത്തീരും. വിശുദ്ധ കുർബാന നൽകുന്ന 2ാമത്തെ ഫലം ഈശോയുമായുള്ള സഹവാസമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് ഈശോ പറയുന്നു. അവർ ഒന്നായിത്തീരുന്നു. ഈശോയും വിശ്വാസിയും ഒന്നായിത്തീരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട്
ഈ രണ്ട് ഫലങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കട്ടെ. നിത്യജീവൻ തരുന്ന ഈശോയുമായുള്ള സഹവാസം നമുക്ക് തരുന്ന ഉദാശയാണ് വിശുദ്ധ കുർബാന. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പള്ളിയോട് ചേർത്ത്, അൾത്താരയോട് ചേർത്ത്, ബലിപീഠത്തോട് ചേർത്ത് വളർത്തുവാൻ നമുക്കിടയാവണം. ഈ ദിവസങ്ങളിലൊക്കെ കൊച്ചുകുട്ടികൾ പോലും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ വലിയ ഭീകരമായ പൈശാചികമായ കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ ജാഗ്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയോട് ചേർത്ത്, പള്ളിയോട് ചേർത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർ കൈവിട്ടു പോവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ കുടുംബം, കോട്ടായൽ കുടുംബം, ഈ പ്രദേശത്തെ ഏറ്റവും പ്രബലമായ നല്ല പൗരാണികത്വമുള്ള, പാരമ്പര്യമുള്ള, വിശ്വാസ പൈതൃകമുള്ള ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ വിശ്വാസ പൈതൃകം ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. സിജു എന്നും ഈ ഇടവകയോട് ചേർന്ന്, പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. സിജുവും കുടുംബവും എല്ലാം ഇവിടെ വൈദിക മന്ദിരത്തിന് പണി നടന്നപ്പോഴൊക്കെ അതിൻ്റെ കൺവീനറായിട്ട് സേവനമനുഷ്ഠിക്കുകയും എല്ലാ ദിവസവും ഇവിടെ വരികയും അതിൻ്റെ പണികൾക്ക് മേൽനോട്ടം വഹിക്കുകയും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. പള്ളിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മൾ നൽകുന്ന സേവനങ്ങൾക്ക് ദൈവം നിരവധിയായി പ്രതിഫലം, സമ്മാനം നൽകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും, ഏതനും അതുപോലെ അവൻ്റെ മുതിർന്ന രണ്ട് കുട്ടികളുമൊക്കെ പള്ളിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. ആൾക്കാര ബാലനായിട്ടും അതുപോലെ ഗായക സംഘത്തിലെ അംഗമായിട്ടുമൊക്കെ അവർ പള്ളിയിൽ വന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആൾക്കാരോട് ചേർത്ത്, വിശുദ്ധ കുർബാനയോട് ചേർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധരായ കുഞ്ഞുങ്ങളായി അവർ വളർന്നു വരും. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാതാപിതാക്കന്മാർ രണ്ടുപേരെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.